മകമോ കൺമകമോ നിക്കല കണ്ണി അങ്ങനെ ചിരിച്ചും കളിച്ച് 40 വർഷം കണ്ടുപോയത് അറിയില്ല. വാസിയോട് ഇനി എത്ര കാലം ഈ ഭൂമിയിലുണ്ടാവോ? അതെനിക്കൊന്നും ആലോചിക്കണ്ടോ? അല്ല, നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നാൽ എനിക്ക് ഇത് തന്നെ വേണം. നിങ്ങൾക്കറിയോ, എന്നെ ചേച്ചിയെ ഒരേ കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിടണമെന്നായിരുന്നു എന്റെ അപ്പച്ചാവന്റെ അമ്മച്ചിയുടെ ആഗ്രഹം. അത് മതിയായിരുന്നു. അതാവുമ്പോ ഒരു കുടുംബം എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ പോകുമ്പോഴേ ഒറ്റപ്പെടലിന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. നമ്മളെ മക്കളൊക്കെ വരാറായി. നമുക്ക് കത്തിയറ കേക്കൊക്കെ എടുത്തിട്ട് വാങ്ങി ഇവിടെ അപ്പച്ചൻ പോയില്ലേ? ഇല്ല. അമ്മച്ചി ആരാ പോയത്? പിന്നെ എന്തിനാ എമർജൻസി വിളിച്ചോണ്ട് ഇവിടെ കത്തിക്കാനായിട്ടൊരു എമർജൻസി ലാഭമാണ്. അതുകൊണ്ട് പറയാനുള്ളതിനോട് ഞാൻ പറഞ്ഞോളൂ. നീ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ട് വന്നത്. വേറൊരിക്കലും കൊണ്ടുവന്നില്ലേ? പഠിച്ചോണ്ടിരിക്കല്ലേ? എന്ത് പഠിക്കുന്നു? അവർക്ക് 10-14 ഭാഷ കൈകാര്യം ചെയ്യുള്ളൂ. 16 ഭാഷ നിന്നെ സമ്മതിക്കോട്ടാ. ഒറ്റ ഭാഷ കൊണ്ട മുമ്പിൽ ഞാൻ എങ്ങനെ പിടിച്ചിരിക്കണം എനിക്കറിയാം. 16 ഭാഷയെ എനിക്ക് വിഷയമാ. എനിക്ക് ഒറ്റ ഭാഷ തരാം. നിന്നെ വിളിച്ചു വിളിച്ചല്ല അപ്പച്ചന്റെ അമ്മൂരി നാട്ടിൽ ഗുവാവാസികളും എല്ലാവരും വിളിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കേക്കൊക്കെ കത്തി നമുക്ക് നിന്ന് ആഘോഷിക്കണം. പോരും അയ്യോ, ഇതാണ് നിന്റെ ആളോ കണ്ടു പഠിക്കേണ്ടത്. എന്താ പ്രശ്നം? എനിക്ക് ഗർഭിണിയുണ്ടല്ലോ. ഞാൻ സേവനോട് അവരെ ഓഫീസിലാണ്. മൊത്തമൊന്നുമില്ല, ഫുട്പാത്ത് അപ്പച്ചന്റെ അമ്മച്ചന്റെ 40 വാസികളുണ്ട്. അതൊന്നും മക്കളായിട്ട് തന്നെ കണ്ട് ആലോചിക്കുന്നത് ഭയങ്കര ആരോഗ്യമുണ്ട്. അതുകൊണ്ട് വിളിച്ചതാണ്. അപ്പിന് നമുക്ക് സമയമൊക്കെ പറയാൻ കേക്ക് മുറിക്കാൻ പറഞ്ഞിട്ട് കേക്കിൽ തൊട്ട് പോകയില്ല. ഞാനില്ലാതെ കുമ്പസാരം നിർത്തിയാൽ ഞാൻ ക്ഷമിക്കും. കുർബാന നിർത്തിയാൽ ക്ഷമിക്കും. ഞാനില്ലാതെ ഫുഡ് അടിച്ചാൽ ക്ഷമിക്കില്ല. കുട്ടിക്ക് പേര് കഴിയില്ല. വക്കീലിന് വായുണ്ട്. ഇപ്പൊ വായുവിലൂടെ പറയുന്നത് ഈ വായെടുത്ത് മാറി
പോത്താണെന്ന്. ഓ അതൊക്കെ വല്ല പോത്തുണ്ടോ? അതൊക്കെ കുഞ്ഞിനെ പോത്ത് മാക്കാച്ചി പറഞ്ഞു. എങ്കിൽ അതൊക്കെ മാക്കാച്ചി അവരുടെ മാർക്കിച്ചു. അതോ ഞങ്ങൾ കുടുംബത്തില്ല. എന്നെ കട്ട് ചെയ്യാം, കേക്ക് കട്ട് ചെയ്യാം. അന്ന് ഞങ്ങൾ കുടിക്കട്ടെ. ഇങ്ങോട്ട് മാറിക്കോ, അടുത്ത് നിൽക്കാം. ദൈവത്തെ മുന്നോട്ട് ധ്യാനിക്കുക, കത്തിയെടുക്കുക, ഒരുമിച്ച് കത്തിയിൽ പിടിക്കുക, 2 പീസ് കട്ട് ചെയ്യുക. ഒന്നും കൂടി രണ്ടുപേരും ഓരോ പീസ് കയ്യിലെടുക്കും. എടുക്കും 2 പീസും 2 കയ്യിലെടുക്കും. പരസ്പരം നോക്കൂ. 40ാമത് വിവാഹ വർഷം ആഘോഷിക്കാൻ പോവുകയാണ്. പരസ്പരം ഈ 2 കേക്കുകളും അടുപ്പിക്കും. എന്നിട്ട് എന്റെ വായിലേക്ക് വെക്കും. അത് ശരിയാണില്ലേ? ഇത് നിങ്ങൾ പരസ്പരം ഈ കേക്ക് വായിലേക്കും. ഞാൻ ഇതെടുക്കണം. അദ്ദേഹത്തെ കുറിച്ച് ഈ വേളയില്ല. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വെറോണിക്ക അമേരിക്കയിൽ ലൈവിലുണ്ട്. പിന്നെ വേണ്ട, അമേരിക്കക്കാരെ മൊത്തം അറിയട്ടെ. 40ാമത് വിവാഹ വർഷം അതിന്റെ ഒരു സന്തോഷമാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ മാന്യനെ ഈ വർക്കിച്ചിനെ പരിചയപ്പെടുന്നത് 1987 തരുന്നു. 70 അപ്പോൾ 1977 ചോദിച്ചിരുന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടി പള്ളിപ്പടിയിലേക്ക് ഈ വർക്കിച്ചെന്ന് പറഞ്ഞ് ഈ മാന്യ കയറി വരികയുണ്ടായിരുന്നു. ഈ മാന്യ ഇതെന്നെ കണ്ടുപിടുത്തി എനിക്ക് തോന്നി എന്തൊരു മാന്യ, എന്തൊരു ജോലി, എന്തൊരു തേജസ്. പക്ഷേ അന്ന് രാത്രി തന്നെ ഈ മാന്യൻ വെറും പകൽ മാന്യനാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കപ്പത്തോട്ടത്തിൽ കയറി കോപ്പ നട്ടുവാക്കി നീങ്ങവനാണ് ഈ വർക്കിച്ചെന്ന് പറഞ്ഞ ചാടി. അന്ന് ഞാനും കപ്പിയും കൂടി ഒരു മത്സരത്തിലൂടെ ഈ വർക്കിച്ചനെ ഞങ്ങൾ പിടിച്ചു. തെങ്ങിൽ കെട്ടിയിട്ട് തല്ലി, തല്ലി. പക്ഷേ നിങ്ങളത് വിചാരിക്കണം, ഞങ്ങൾ തല്ലി തല്ലി പോയപ്പോൾ ആ കെട്ടടിച്ച് കെട്ടിയിട്ട് തെങ്ങിൽ കയറി തേങ്ങാട്ടവനാണ്. അങ്ങനെ കപ്പയും തേങ്ങയും കൊണ്ട് മാന്യനായി 40 വർഷം ആഘോഷിക്കുന്ന ഈ വർക്കിൽ പിടിച്ചാടിക്ക് ഞാൻ ഇതിലും ഞാൻ ഒരു നെറ്റെടുത്ത് എന്റെ തെങ്ങോട്ടിലാക്കി എന്റെ വീട്ടിലോട്ട് എന്നാത്തിനോ ഞാനൊരു പുതിയ പട്ടിയെ വളർത്തി. സാധാരണ പുതിയ വണ്ടി മേടിക്കുമ്പോഴാണ് അച്ഛനെ വിളിക്കുന്നത് വെഞ്ചരിക്കാൻ. ഇത് പട്ടിയെ വിളിച്ചിട്ട് വെഞ്ചരിക്കാനോ? ശരി ശരി വരാം. പട്ടി കടിക്കുമോ? അല്ല, അത് കഴിക്കോ തലയാൻ വേണ്ടി അച്ഛൻ വരാം. പട്ടിയെ കടിക്കാനുള്ള പരിപാടിയാണല്ലോ, ഞാൻ വരത്തില്ല. അവിടെ അപ്പത്തെ മനസ്സിൽ എന്നാ ആഗ്രഹം പറഞ്ഞോ. ഞങ്ങൾ നീ പറഞ്ഞോ. നമ്മുടെ കല്യാണം വീഡിയോയിലൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ കല്യാണം വീഡിയോയിൽ പിടിച്ചെടുക്കുന്ന കാണാൻ ഒരു ആഗ്രഹം. അതെ, നിങ്ങളുടെ അമ്മച്ചിക്ക് ഒരു ആഗ്രഹം. നിങ്ങളുടെ അമ്മച്ചിനെ ഞാൻ വിളിച്ചോണ്ട് വന്നതാണ്. അപ്പൊ അക്കാലത്ത് വീഡിയോ ക്യാമറ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ കല്യാണം ഒന്നുകൂടി വീഡിയോ കൂടെ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്കൊന്ന് കാണണം. സെക്ഷൻ 456 271 320 അങ്ങനെ അങ്ങ് പറഞ്ഞ പോലെ കടങ്ങളെല്ലാം കൊണ്ട് അതുകൊണ്ട് വിളിച്ചുകൊണ്ട് വരണോ? ഇതങ്ങനല്ല, ഞങ്ങൾ വീണ്ടും വിവാഹം കഴിക്കണം. ഞങ്ങൾ വിവാഹം കഴിച്ചേക്കുന്നതാണല്ലോ. അല്ല, അത് സാരമില്ല. രണ്ടാമതൊന്ന് പറഞ്ഞു അതെ, ഇപ്പോഴത്തെ ബന്ധോ ഇപ്പോഴത്തെ ബന്ധമേ ഡിവോഴ്സൊക്കെ നടക്കുമോ? പിന്നെ നടക്കും. ഇന്ന് രാവിലെ ഒന്നും നടത്തിയിട്ടല്ലേ? അതെ, കഴിഞ്ഞ 38 വർഷമായിട്ട് പെൺപിള്ളേരുടെ പാത്രം കൊണ്ടിരിക്കുന്നത്. 32 വർഷമായിട്ട് പാത്രം കൊണ്ടിരിക്കുന്ന പാത്രം കൊണ്ടിരിക്കുക. ഇന്നാണോ ഡിവോഴ്സ്? അല്ല, അത് ഈ അടുത്ത പിന്നെ കിട്ടിയത്. ഡൈവേഴ്സ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടാമത് കല്യാണം കഴിക്കണം. നടക്കണ കേട്ടോളൂ പെട്ടെന്ന് വീഡിയോ എടുക്കാം. വീഡിയോ എടുത്തോളൂ. അങ്ങനെ ലംസി പിടിക്കണം. അല്ല എന്താ ചെയ്യുന്നത് പറയും. അപ്പൊ അതിനുള്ള ഒരു മാർഗത്ത് പറഞ്ഞേക്കാം.
ഇവിടെ ഉടനെ എന്നെ കല്യാണം കഴിപ്പിക്കോ? സെക്ഷൻ 446 പ്രകാരം ലീഗലി യുവർ ഓണർ മൈ കക്ഷിക്കാരൻ ഇസ് നോട്ട് എ കുറ്റക്കാരൻ. അതുപോലെ ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ ഡൈവേഴ്സ് അന്യ പുരുഷനാണ്, അന്യ സ്ത്രീയാണ്, അന്യ സ്ത്രീ തന്റെ മന്യ പുരുഷനെ അച്ഛനെ വിളിക്കാൻ ഈ സഭ സമ്മതിക്കില്ല. നിങ്ങൾ അടുത്തടുത്ത് നിന്നാൽ പോലും അത് അനാവശ്യമാണ്. അന്യ ആൾക്കാരുടെ ചീതപ്പനുണ്ടാക്കും ഞങ്ങളുടെ അമ്മച്ചനെ കെട്ടണമെങ്കിൽ ഞങ്ങളുടെ വെള്ളം ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ ഭാഗത്ത് ചെറുക്കണം അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളുള്ള ഒരാളാണ് ഞങ്ങളുടെ വെള്ളം. അതിനിപ്പോ കേരളം എടുക്കുന്ന കല്യാണമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അമേരിക്കക്കാരുടെ പ്രഭുത്വമുള്ള ചെറുക്കാണിരുന്നത് എന്ത് തരുന്നു പെണ്ണുണ്ട് പെണ്ണുവിടെ എന്ത് തരുന്നു ചെറുക്കൻ എല്ലാവരും മതി എന്ത് പെണ്ണ് നിൽക്കാതെ കാമറ ഉള്ള എനിക്കൊന്നും വേണ്ട ഞങ്ങൾക്ക് എത്തിച്ചാ മതി. എന്റെ വീട്ടിലൊന്നും മൂന്ന് ഞങ്ങൾ നിന്നെ കെട്ടി ഒരുത്തന്റെ സഹായം ഞങ്ങൾ കെട്ടി അപ്പൊ എന്നാണല്ലോ നിങ്ങൾ എല്ലാം വെച്ച് കാര്യങ്ങളൊക്കെ ശരി. ഇനി മക്കൾക്കുള്ള വീട് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ തിരിച്ചു വന്നത് അതൊക്കെ മക്കളുള്ളതാണല്ലേ. ആർക്കൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാ ഞങ്ങൾ എന്തായാലും രണ്ടാമത് കെട്ടിയതാണോ. അപ്പോ ഇനി ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവുന്ന ആ മക്കൾക്ക് ഞങ്ങൾ ആ സ്വത്തുക്കൾ മുഴുവൻ കൊടുത്തേക്കാം. നല്ല തീരുമാനം.